കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാതൃതാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാഭികാഭികാഭി അയി മുരളിമുകുന്ദസ്മേരവക്ത്രാരവിന്ദാൽ ശ്വസനമധുരസജ്ഞേ ത്വാം പ്രണമ്യാദ്യയാചേ അധരമണിസമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസ്യകർണേ മദ്ദശാം നന്ദസൂനോ. വേദിയിലിരിക്കുന്ന പുണ്യാത്മാക്കളെ, എല്ലാവർക്കും ഈ കേശവൻ്റെ നമസ്കാരം. സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുന്നു. വീണ് കിട്ടിയ ഒരവസരം, ഒരിക്കലും ഞാൻ ഇവിടെ വരാൻ അർഹനല്ല എന്ന് തോന്നിയിരുന്നു. പക്ഷേ അധ്യക്ഷൻ്റെ ക്ഷണം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. പാടേരി സുനിൽ നമ്പൂരിപ്പാടിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ മുമ്പേ നടക്കുന്ന അതിവിശിഷ്ടമായ ഒരു പരിപാടി ഇന്ന് രാവിലെ ആരംഭിച്ചു. അതിന് ശേഷം ഇവിടെ ഭാഗവത സത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതെല്ലാം വേണ്ടതുപോലെയായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതെല്ലാം നടത്തിത്തരേണ്ടത് പാടേരി കുട്ടിച്ചാത്തന്മാരുടെയും ഭഗവതിയുടെയും ഒടലൂരപ്പനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ കാരുണ്യമാണ്. തീർച്ചയായിട്ടും അതെല്ലാം നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ വേദി ഇവിടെ നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ എനിക്കൊരു സമയം കിട്ടി തന്നെ എന്തോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മഹാപുണ്യമായി ഞാൻ കാണുകയാണ്. ഇവിടെ നടക്കാൻ പോകുന്ന ശ്രീമദ് ഭാഗവത മഹാസത്രം, ഈ ഭാഗവത സത്രത്തിൽ എന്താണ് ഭാഗവതത്തിൻ്റെ രസമെന്ന് ചോദിച്ചാൽ അത് ഭക്തിയാണ്. ശങ്കരാചാര്യസ്വാമികൾ ഒരിക്കൽ പറയണ്ടായി, നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകഥാപശുത്വം കീഴത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്താചേൽ കിമിഹ തേന വപുഷ. ഭഗവാനെ ആരാ പറയുന്നത്? അദ്വൈതത്തിൻ്റെ മറുതല കണ്ട ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, എൻ്റെ ജീവിതം നരനായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, പശുവായിക്കോട്ടെ, കീടമായിക്കോട്ടെ, ഏത് യോനിയിൽ ഞാൻ ജനിച്ചാലും എനിക്കൊന്നു മാത്രമേ വേണ്ടൂ, സദാ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി. അവിടുത്തെ പാദാബ്ജത്തിൽ പരമമായിരിക്കുന്ന ആ ഭക്തിരസം, അതിൻ്റെ ലഹരി എനിക്കുണ്ടാവട്ടെ എന്ന് വിവേക ചൂടാമണിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവാന്റെ നാമം ജപിക്കൂ, ഭഗവാൻ തന്നെ പ്രാർത്ഥിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ എന്താ പറയുന്നത്? ആ ഭഗവാനെ തന്നെ കഫവ്യാഹതോഷ്ണോൽബണശ്വാസവേഗ വിവ്യഥാ വിസ്ഫുരൽ സർവമർമാസ്ഥിബന്ധാം വിചിന്യാഹമന്ത്യാമവസ്ഥാം വിഭേമി പ്രഭോ കിം കരോമി പ്രസീദ. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ലവൻ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു മുരാരേ ഹരേ നാഥ നാരായണേതി യഥാനുസ്മരിഷ്യാമി ഭക്തിയാ ഭവന്തം തഥാ മേ കൃപാശീലദേവ പ്രസീദ. അവിടെയും തന്നെ അമ്മയോട് പറയാ, അമ്മയെ ജപിക്കുമോ, കൃഷ്ണ ഗോവിന്ദ നാരായണ അച്യുത എന്നുള്ള നാമം ജപിക്കൂ എന്ന് പറയുന്നു. ഭാഗവതം അവസാനം നമ്മോട് എന്താ പറഞ്ഞിരുന്നത്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. അവിടെ നമ്മളൊരു നാമം ചോദിക്കണമെന്നാണ് പറയുന്നത്. ഈ വേദത്തിൻ്റെയും പുരാണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സാരം എന്താണ്? നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ എപ്പോഴും തോന്നണം. നാമത്തിൽ കൂടി നമുക്ക് എന്തും സിദ്ധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നാമം കൊണ്ടൊക്കെ കിട്ടുമോ? കിട്ടും. ഭഗവാനെ കാണാൻ കഴിയും. ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മുടെ മടിയിൽ ആ ഭഗവാന്റെ രൂപത്തിലൂടെ ഇരുത്താൻ കഴിയും. എത്ര ഉദാഹരണങ്ങളാണ്. ഒരു ദിവസം വില്ലുമംഗലം പൂജയ്ക്കിരുന്നു. അദ്ദേഹം ഭഗവാനെ കണ്ടുകൊണ്ട് പൂജ കഴിക്കുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ പൂജ കഴിക്കുന്ന സമയത്ത് എത്രയായിട്ടും ശ്രീകൃഷ്ണനെ കാണുന്നില്ല. എന്താ വരാത്തു അങ്ങനെ നോക്കിയിരിക്കുമ്പം കുറേ കഴിഞ്ഞും ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു. എന്താ ഉണ്ണി ഇത്ര താമസിച്ചത്?
അപ്പം പറഞ്ഞു, സാക്ഷാൽ കുറൂരമ്മ കലത്തിനുള്ളിൽ നന്നായടച്ചിട്ട ചിതാത്മവസ്തു ഗോപാലയോഷിത്തുരലിൽ പിടിച്ചു ബന്ധിച്ച കൈവല്യമിതാലസിപ്പൂ. അതായത് വില്വമംഗലം ഭട്ടതിരിപ്പാട് വില്വമംഗലം എനിക്ക് വരാൻ കഴിയാതിരുന്നതേ ആ കുറൂരമ്മ എൻ്റെ കലത്തിൻ്റെ ഉള്ളിൽ അടച്ചിട്ടു. അപ്പം മേലൊക്കെ ഇങ്ങനെ കരി കാണാനുണ്ട്. ആ കുറൂരമ്മ എന്നെ തുറന്നിടാതെ ഞാൻ എങ്ങനെയാണ് വരിക? അപ്പം അത്രയും സ്വാധീനമായിരുന്നു പരമഭക്തയായിരിക്കുന്ന കുറൂരമ്മയ്ക്ക്. അതുപോലെ ഒരു അമ്മ ബംഗാളിലുണ്ടായിരുന്നു, അഘോരമണി. ആ അഘോരമണിക്ക് ഇതേമാതിരി ഭഗവാനെ പിടിച്ച് മടിയിൽ ഇരുത്താൻ കഴിഞ്ഞിരുന്നു. എപ്പോഴും ഭഗവാൻ അവരുടെ കൂടെയായിരുന്നു. എന്താ അതിന് കാരണം? ഭക്തിയാണ്. ആ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. എല്ലാവർക്കും പിന്നെ ഭക്തിയോടുകൂടി ഭാഗവതം ശ്രവിക്കുക, അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. കേശവേട്ടൻ പ്രധാന അധ്യാപകനായിരുന്നു. ഇവിടെ അധ്യാപകരാണ് മിക്കവാറും പേര്. അവർക്ക് മണിക്കൂറുകളൊക്കെ സംസാരിക്കാൻ പ്രയാസമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ.